നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ മലിനജല സാമ്പിളുകളിൽ വൈറസ് കണ്ടെത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിലെ സൈനികർക്ക് പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ്, സെൻട്രൽ ഗാസയിലെ ദേർ അൽ ബല എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളിൽ പോളിയോ വൈറസ് വേരിയന്റ് കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടന കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. ഗാസയിൽ പോളിയോ ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിൽ അതീവ ആശങ്കയെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. ഗാസയിലെ വെള്ളത്തിൽ പോളിയോ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് WHO ഈ പരാമർശം. ഈ സ്ഥിതി തുടർന്നാൽ യുദ്ധത്തിൽ മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ പകർച്ചവ്യാധികൾ ബാധിച്ച് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും WHO പലസ്തീൻ മേഖല ആരോഗ്യ വിഭാഗം തലവൻ അയാദിൻ സ്പാർബെയ്ക്കോവ് പറഞ്ഞു. ഗാസയിലെ ജനങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടില്ല എന്നും ഇതിനകം ആർക്കെങ്കിലും വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും സ്പാർബെയ്ക്കോവ് കൂട്ടിച്ചേർത്തു. ഗാസ മുനമ്പിലെ 6 ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൽ ടൈപ്പ് 2 പോളിയോ വൈറസിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഗ്ലോബൽ പോളിയോ ലബോറട്ടറി നെറ്റ്വർക്ക് കണ്ടെത്തിയതായി WHO കഴിഞ്ഞയാഴ്ച അറിയിക്കുകയായിരുന്നു. ഗാസയിൽ കഴിഞ്ഞ വർഷം ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോളിയോ ഭീഷണിയും. തകർന്ന ആശുപത്രി സംവിധാനങ്ങളും ശുദ്ധജലത്തിന്റെ അപര്യാപ്തതയും ആരോഗ്യ സേവനങ്ങൾക്ക് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം ഗുരുതര സാഹചര്യമാണ് ഗാസയിലെന്നും സ്പാർബെയ്ക്കോവ് മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ഗാസ മുനമ്പിന് ചുറ്റുമുള്ള ഇസ്രയേലി സൈനികർക്ക് ലിഷ്മാനിയ രോഗം ബാധിച്ചതായി മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇസ്രയേലി ആശുപത്രികളിലെ ഡെർമറ്റോളജി ക്ലിനിക്കുകളിൽ സൈനികർക്കായി ലബോറട്ടറി പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മണലീച്ചകൾ കടിക്കുന്നതിലൂടെയാണ് ലീഷ്മാനിയ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. ചർമ്മത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ് ലീഷ്മാനിയുടെ ലക്ഷണങ്ങൾ. ഇത് ഉണങ്ങാതെ ആഴ്ചകളോളം അവശേഷിക്കുകയും ചെയ്യും. രോഗബാധയ്ക്കിടയിലും സൈനികർ ഹമാസിനെതിരായ പോരാട്ടം തുടരുകയാണ്. അതിനിടെ ദോഹയിൽ വ്യാഴാഴ്ച വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനിരിക്കെ ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമായി ഇസ്രായേൽ. ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം മാത്രം 84 പേരാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂണിസിലും മറ്റും കൂടുതൽ ഉള്ളിലേക്ക് കയറി ഇസ്രായേൽ കവചിത വാഹനങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണ്. ഗാസയുടെ 80% പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യം തടഞ്ഞതായാണ് UN വ്യക്തമാക്കിയത്. പോളിയോ ഉൾപ്പെടെ രോഗങ്ങൾ പടർന്നായ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ ഗാസ സന്ദർശിക്കും. മലിനജലം കുടിക്കാൻ ജനങ്ങൾ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ ചർച്ച വിജയത്തിൽ എത്തുമെന്നാണ് കരുതുന്നതായും അമേരിക്ക ആവർത്തിച്ചു. ബന്ധുക്കളുമായി ചർച്ച നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പാകുമെന്ന സൂചന നൽകി. എന്നാൽ ഏതു വിധത്തിലും വെടിനിർത്തൽ അട്ടിമറിക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്ന് ഹമാസ് ആരോപിച്ചു. അമേരിക്കൻ കോൺഗ്രസിന് മുമ്പാകെ ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജൂത വിഭാഗത്തിൽപ്പെട്ടവർ പ്രതിഷേധിച്ചു. ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി അമേരിക്ക നിർത്തുമെന്നും പ്രക്ഷോഭകർ പറഞ്ഞു. സുരക്ഷാ വിഭാഗം ഏറെ പണിപ്പെട്ടാണ് ഇവരെ പുറത്താക്കിയത്. US കോൺഗ്രസിന്റെ ഇരു സഭകളെയും നെതന്യാഹു അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് പ്രതിഷേധം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.